എല്ലാ കൂട്ടുകാർക്കും ചിത്രാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്കാണ്. കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്തിൽ സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മൂകാംബിക എന്നറിയപ്പെടുന്ന മാതൃദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ലോകമെമ്പാടുമുള്ള ശക്തി ഉപാസകരുടെയും ഭഗവതി ഭക്തരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണിവിടം. എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ്. ഐക്യരൂപിണിയായ ആദിപരാശക്തിയാണ് മൂകാംബിക എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത്. എന്നാൽ മറ്റു ചില ദേവീക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ 3 രീതിയിലുള്ള പ്രത്യേക പൂജയില്ല. എല്ലാ പൂജകളും ഈ 3 സങ്കല്പങ്ങളെയും ചേർത്തുള്ളതാണ്. ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടി ഉള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ. ആദിപരാശക്തിയുടെ അടയാളം എന്ന് കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട്. വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പമുണ്ട്. അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത്. നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ്. എന്നെങ്കിലും മലയാളികൾ വരാതായാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസമുണ്ട്. ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഭഗവതി സാന്നിധ്യം കൊണ്ട് 108 ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് 108 ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. മീനമാസത്തിലെ കൊടിയേറ്റുത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും അശ്വിനി മാസത്തിലെ ആദ്യ 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ്. കൂടാതെ യുഗാദി, ശിവരാത്രി, ദേവി ജന്മാഷ്ടമി തുടങ്ങിയ ദിവസങ്ങളും വിശേഷങ്ങളാണ്. കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദുമത സാംസ്കാരിക സ്ഥാപനത്തിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം. ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ശങ്കരാചാര്യരാണ് ഇവിടെ ഭഗവതിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് എന്ന് കരുതപ്പെടുന്നു. ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന സിംഹവാഹനയായ മൂകാംബിക ദേവിയുടെ പഞ്ചലോക വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. പ്രധാന ശ്രീകോവിലിലെ സ്വയംഭൂലിംഗത്തിൽ കുടികൊള്ളുന്ന മഹാദേവനെ ഉപദേവസ്ഥാനത്ത് വ്യത്യസ്തമായ 4 ഭാവങ്ങളിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രാണലിംഗേശ്വരൻ, പാർത്ഥേശ്വരൻ, നഞ്ചുണ്ടേശ്വരൻ, ചന്ദ്രമൗലീശ്വരൻ എന്നീ പേരുകളിൽ. കിഴക്കേ നടയിലൂടെ അകത്ത് കടന്നാൽ ആദ്യം കാണുന്നത് സ്വർണ്ണക്കൊടിമരവും അതിന് തൊട്ടു മുന്നിലുള്ള ഏതാണ്ട് അത്രയും തന്നെ വലിപ്പമുള്ള ദീപസ്തംഭവുമാണ്. തനി കന്നഡ ശൈലിയിലാണ് ഇവിടെ കൊടിമരം പണിതിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലെ ഭാഗം സ്തൂപാകൃതിയിലും താഴെയുള്ള ഭാഗം ചതുരാകൃതിയിലുമാണ്. ഏറ്റവും മുകളിൽ ദേവിയുടെ വാഹനമായ സിംഹത്തിൻ്റെ രൂപം കാണാം. താഴേക്ക് വരുമ്പോൾ വിവിധ ദേവീ ദേവന്മാരുടെ രൂപങ്ങളും ദീപസ്തംഭത്തിൽ ഒരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. സ്തംഭ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠയുടെ പേര്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളെല്ലാം ഈ ഗണപതിയെ വണങ്ങിയേ തുടങ്ങാറുള്ളൂ. മൂകാംബിക ക്ഷേത്രത്തിൽ ഗണപതിക്ക് വലിയ പ്രാധാന്യം നൽകി വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ പലയിടങ്ങളിൽ ഗണപതി പ്രതിഷ്ഠകൾ കാണാം. നാലമ്പലത്തിനകത്ത് ദശഭുജ ഗണപതി, പുറത്ത് സ്തംഭ ഗണപതി, പഞ്ചമുഖ ഗണപതി, മതിൽക്കെട്ടിനും പുറത്ത് വലംബരി ഗണപതി, ഇങ്ങനെ പലയിടങ്ങളിലായി പല രൂപങ്ങളിൽ ഗണപതി പ്രതിഷ്ഠകൾ കാണാം. ദേവി ആറാട്ടിനെത്തുന്ന സൗപർണിക നദിയുടെ തീരത്തും ഒരു ഗണപതി ക്ഷേത്രം കാണാം. ഇതെല്ലാം ഗണപതിക്ക് ഇവിടെ നൽകി വരുന്ന പ്രാധാന്യത്തിൻ്റെ തെളിവാണ്. സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിന് തൊട്ടടുത്താണ് പ്രസിദ്ധമായ സരസ്വതി മണ്ഡപം. ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ സ്ഥലം. ഇവിടെ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. വെള്ളിയിൽ തീർത്ത ഏകദേശം 2 അടി ഉയരം വരുന്ന വിഗ്രഹം സാധാരണ കാണുന്ന സരസ്വതി രൂപത്തിൽ തന്നെയാണ്. സമീപം തന്നെ ഒരു ഗണപതി വിഗ്രഹവും കാണാം. ഇത് വിദ്യാഗണപതിയായി സങ്കല്പിക്കപ്പെടുന്നു. ഇതിൽ ദിവസവും പൂജകൾ നടക്കുന്നുണ്ട്. അത്താഴ ശീവേലി സമയത്ത് ദേവിയെ ഇവിടെ കൊണ്ടുവന്ന് അല്പസമയം ഇരുത്തുന്നത് പ്രധാന ചടങ്ങാണ്. ഈ സമയത്ത് ദേവിയെ തൊഴുന്നത് വിദ്യാഭിവൃദ്ധിക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. അവിൽ നിവേദ്യമാണ് ഈ സമയത്തെ പ്രധാന വഴിപാട്. ദിവസവും ആയിരക്കണക്കിന് കുരുന്നുകൾ ഇവിടെ വന്ന് തങ്ങളുടെ നൃത്ത സംഗീത മികവുകൾ പ്രകടമാക്കാറുണ്ട്. ഒട്ടുമിക്ക ദിവസവും ഇവിടെ ധാരാളം കലാകാരന്മാരെ കാണാം.
ഗാനഗന്ധർവൻ ഡോക്ടർ കെ.ജെ. യേശുദാസ് എല്ലാ വർഷവും തൻ്റെ ജന്മദിനമായ ജനുവരി 10-ന് ഇവിടെ വന്ന് സംഗീതാർച്ചന നടത്താറുണ്ട്. ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത് പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. ആയിരക്കണക്കിന് കുട്ടികൾ വിദ്യാരംഭം ചെയ്യുന്നതും ഇവിടുത്തെ പ്രത്യേകതകളിലൊന്നാണ്. സരസ്വതി മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത് തിടപ്പള്ളിയും ഹോമപുരയും സ്ഥിതി ചെയ്യുന്നു. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി അടുത്തടുത്ത് 5 ശ്രീകോവിലുകൾ കാണാം. ഗണപതി, മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ശ്രീകൃഷ്ണൻ, വീരഭദ്രൻ, നാഗദൈവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. മൂകാംബികയുടെ സേനാനായകനായ വീരഭദ്രനെ തൊഴുത ശേഷമാണ് ദേവീ ദർശനം നടത്തേണ്ടത് എന്നതാണ് ആചാരം. കൂടാതെ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് തെക്ക് കിഴക്കു ഭാഗത്തായി വലംപിരി ഗണപതിയുടെ ഒരു ക്ഷേത്രവുമുണ്ട്. വടക്കോട്ട് ദർശനം നൽകുന്ന ഈ ഗണപതി ഭഗവാനെ തൊഴുത ശേഷം വേണം മതിൽക്കെട്ടിനകത്ത് ദർശനം നടത്താൻ എന്നാണ് വിശ്വാസം. വലംപിരി ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. കൊല്ലൂർ ഗ്രാമത്തിൻ്റെ നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. ക്ഷേത്രത്തിൻ്റെ 4 വശവും നിരവധി മലകൾ ചുറ്റി നിൽക്കുന്നു. 12 അടി ഉയരമുള്ള ആനപ്പള്ള മതിൽ ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്നു. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ 2 ഇരുനില ഗോപുരങ്ങൾ കാണാം. പടിഞ്ഞാറ് ഭാഗത്ത് 1/2 കിലോമീറ്റർ മാറി മാരികാംബ ക്ഷേത്രം എന്ന മറ്റൊരു ദേവീക്ഷേത്രവും അവിടുന്ന് അല്പം മാറി സിദ്ധേശ്വര ക്ഷേത്രം എന്ന ചെറിയ ശിവക്ഷേത്രവുമുണ്ട്. തെക്കേ നടയിൽ ക്ഷേത്രം തന്ത്രിമാരുടെ വീട് സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലൂടെ അഗ്നിതീർത്ഥം എന്ന പേരിൽ ഒരു കൊച്ചരുവി ഒഴുകിപ്പോകുന്നുണ്ട്. ഇതിൻ്റെ തെക്കു ഭാഗത്തുകൂടി പോയാൽ മറുകരയിലെത്താം. ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് പല സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. പുരാണങ്ങളിൽ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. കോലൻ എന്നു പേരുള്ള ഒരു മഹർഷി ഇവിടെ ഒരുപാട് കാലം ദേവി ആദി മഹാലക്ഷ്മിയുടെ പ്രീതിക്കായി തപസ്സിരുന്നു അത്രേ. ആ അവസരത്തിൽ തന്നെ കംഹൻ എന്ന അസുരൻ മരണമില്ലാത്ത അമരത്വം നേടാനായി ഇതേ പ്രദേശത്തിൽ മൃത്യുഞ്ജയനായ ശിവനെ തപസ്സു ചെയ്തു വന്നിരുന്നു. തപസ്സിൽ സന്തുഷ്ടനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹന്റെ നാവിൽ കുടിയേറിയ പരാശക്തി വരം ചോദിക്കാനാകാതെ അസുരനെ മൂകനാക്കി. അങ്ങനെ കംഹാസുരന് മൂകാസുരൻ എന്ന പേര് കിട്ടി. ഇതിൽ കോപിഷ്ഠനായ മൂകാസുരൻ കോലമഹർഷിയെയും സകല മനുഷ്യരെയും ദേവന്മാരെയും ഉപദ്രവിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ ദേവകളുടെയും മഹർഷിയുടെയും പ്രാർത്ഥന പ്രകാരം ദുർഗാ പരമേശ്വരി, മഹാകാളി തുടങ്ങിയ ശക്തികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് മൂകാസുരനെ വധിക്കുകയും ത്രിമൂർത്തികളുടെ അഭ്യർത്ഥന പ്രകാരം മൂകാംബികയായി അവിടെ കുടികൊള്ളുകയും ചെയ്തു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും ദേവിയോടൊപ്പം അവിടെ കുടികൊണ്ടു. ജ്യേഷ്ഠമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ അഷ്ടമി നാളിലാണ് ഭഗവതി ഇവിടെ സ്വയംഭൂവായി അവതരിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ ദിവസം ഇവിടെ ജന്മാഷ്ടമി എന്നറിയപ്പെടുന്നു. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ സരസ്വതി ക്ഷേത്രങ്ങളില്ലാത്തതിൽ ദുഃഖിച്ച ജഗദ്ഗുരു ശങ്കരാചാര്യൻ അനേക ദിനങ്ങൾ കുടജാദ്രിമലയിൽ തപസ്സു ചെയ്തതിൽ പ്രസാദിച്ച് മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടു എന്നും കേരളത്തിലേക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം ഈ പ്രദേശത്ത് അന്ന് ദർശനം കൊടുത്ത അതേ രൂപത്തിൽ ശംഖചക്ര വരദാഭയ മുദ്രകൾ അണിഞ്ഞ് മൂകാംബികയിലെ സ്വയംഭൂ ശിവലിംഗത്തിന് പുറകിലായി അദ്ദേഹം ജഗദീശ്വരിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ 18 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ശ്രീചക്രത്തിൻ്റെ ശക്തി പ്രഭാവം ഉണ്ടെന്നാണ് സങ്കല്പം. ശ്രീ ലളിതാ പരമേശ്വരിയുടെ വാസസ്ഥലവും ശിവശക്തി ഐക്യത്തിൻ്റെ പ്രതീകവുമാണ് മഹാമേരുവിൻ്റെ ചെറുപതിപ്പായ ശ്രീചക്രം. ആദിശങ്കരൻ നിശ്ചയിച്ച പൂജാവിധികളാണ് ഇന്നും ക്ഷേത്രത്തിൽ പിന്തുടർന്നു വരുന്നത്. ശിവനൊപ്പം ഇരിക്കുന്നതിനാൽ ഭഗവതിക്ക് പാർവതീഭാവം കൂടി സങ്കല്പിക്കപ്പെടുന്നു. അങ്ങനെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഐക്യരൂപിണിയായ സർവേശ്വരി, ആദിപരാശക്തിയായി മൂകാംബികയിൽ ആരാധിക്കപ്പെടുന്നു. ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൽ ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു. എല്ലാ വർഷവും മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന് 9 ദിവസം അത്യന്തം ആർഭാടത്തോടെ ആഘോഷിക്കുന്നു. കർണാടകയിൽ നിന്നും സമീപ സംസ്ഥാനമായ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ഈ പുണ്യകരമായ 9 ദിവസങ്ങളിൽ തങ്ങളുടെ വഴിപാടുകൾ അർപ്പിക്കാൻ സാധാരണ ധാരാളമായി എത്താറുണ്ട്. വിജയദശമി നവരാത്രിയുടെ 10-ാം ദിവസവും അവസാനവും വിദ്യാരംഭത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളതും ഭക്തിയുള്ളതുമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു.
വിദ്യാരംഭ ചടങ്ങിൽ 2 മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ നാവിൽ ഓം എന്ന ചിഹ്നം മഞ്ഞൾ ചില്ലുകൊണ്ട് എഴുതുന്നു. പിന്നീട് കുട്ടികളെ നെൽക്കതിരുകളിൽ അക്ഷരമാല എഴുതിപ്പിക്കുന്നു. കൂടാതെ വിജയദശമി ദിനത്തിൽ സരസ്വതി മണ്ഡപത്തിൽ ആയിരക്കണക്കിന് ഭക്തർ അക്ഷരാഭ്യാസ സേവ നടത്തുന്നു. നവരാത്രി കാലത്ത് നവദുർഗാലങ്കാരങ്ങൾ നടത്തപ്പെടുന്നു. മഹാനവമി ദിവസം മഹാചണ്ഡികായാഗവും പുഷ്പരഥോത്സവവും നടത്തപ്പെടുന്നു. അതായത് അലങ്കരിച്ച പുഷ്പരഥത്തിൽ മൂകാംബിക ദേവിയെ പ്രതിഷ്ഠിച്ച് രഥോത്സവം നടത്തുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് നെയ്വിളക്ക്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളിൽ ഭൂരിഭാഗവും നെയ്വിളക്ക് വഴിപാടായി നടത്താറുണ്ട്. കുടജാദ്രി മലകളിൽ നിന്നും ഉത്ഭവിച്ച് ക്ഷേത്രത്തിന് സമീപത്തുകൂടെ ഒഴുകുന്ന പുണ്യനദിയാണ് സൗപർണിക. ഗരുഡൻ തൻ്റെ മാതാവായ വിനതയുടെ സങ്കടമോക്ഷാർത്ഥം ഈ നദീതീരത്ത് തപസ് ചെയ്തുവെന്നും തപസ്സിൽ സന്തുഷ്ടയായ ദേവിയോട് തൻ്റെ പേരിൽ ഈ നദി അറിയപ്പെടണമെന്നും ആവശ്യപ്പെട്ടു എന്നാണ് സങ്കല്പം. ഗരുഡൻ തപസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഗുഹ ഗരുഡ ഗുഹ എന്നറിയപ്പെടുന്നു. അനേക ഔഷധച്ചെടികളിലൂടെ ഒഴുകി വരുന്നതുകൊണ്ട് സൗപർണിക നദിയിലെ സ്നാനം സർവ്വരോഗ നിവാരണമായി കരുതി വരുന്നു. 7:15 ദന്തധാവന മംഗളാരതിയും 7:30 പഞ്ചാമൃതാഭിഷേകവും നടത്തുന്നു. 7:45 ദേവിക്ക് നിവേദ്യമാണ്. തുടർന്ന് 8 മണിയോടെ എതിരേറ്റു പൂജയും അതിനുശേഷം ഉഷശീവേലിയും നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിൽ ആനകൾ ഉണ്ടെങ്കിലും ശീവേലി നടത്തുന്നത് ആനപ്പുറത്തേറിയല്ല. ആദ്യ പ്രദക്ഷിണത്തിൽ തലയിലേറ്റിയും പിന്നീടുള്ള 3 പ്രദക്ഷിണങ്ങളിൽ പല്ലക്കിൽ കിടത്തിയും അവസാനം തേരിലേറ്റിയുമാണ് ശീവേലി നടത്തുക. അകമ്പടിയായി പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ചെണ്ടയും നാദസ്വരവും ഉണ്ടാകും. കേരളത്തിലും തമിഴ്നാട്ടിലും ഉപയോഗിച്ചു വരുന്ന നാദസ്വരത്തേക്കാൾ ചെറുതാണ് ഇവിടെയുള്ളത്. തന്മൂലം ഇതിന് ശബ്ദവും കൂടുതലായിരിക്കും. 11:30 ഉച്ചപൂജയും 12:30 ഉച്ചശീവേലിയും നടത്തി ഉച്ചയ്ക്ക് 1:30 നടയടയ്ക്കുന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നട വീണ്ടും തുറക്കുന്നു. 3 മുതൽ വൈകുന്നേരം 6 വരെ ഭക്തർക്ക് ദർശനത്തിന് വേണ്ടി മാത്രമുള്ള സമയമാണ്. തിരക്ക് കുറച്ച് ദർശനം നടത്താൻ വേണ്ടിയാണ് ഇത്തരമൊരു സംവിധാനം. അതിനാൽ സൗകര്യപ്രദമായ ദർശനം നടത്തണമെന്നുള്ളവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം.
സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തോടനുബന്ധിച്ച് മഹാദീപാരാധന, പ്രദോഷ പൂജ എന്നാണ് ഇവിടെ ദീപാരാധന അറിയപ്പെടുന്നത്. ഈ പൂജയോടനുബന്ധിച്ച് പഞ്ചാമൃതാഭിഷേകവും പതിവാണ്. തുടർന്ന് രാത്രി 7 മണിക്ക് നിവേദ്യവും 7:15 അത്താഴ പൂജയും നടത്തുന്നു. അത്താഴ പൂജയോടനുബന്ധിച്ചുള്ള മംഗളാരതിക്ക് സലാം മംഗളാരതി എന്നാണ് പേര്. ഒരിക്കൽ ഈ മംഗളാരതിയുടെ സമയത്ത് ക്ഷേത്രത്തിനടുത്തുകൂടെ കടന്നുപോയ ടിപ്പു സുൽത്താൻ ഈ കാഴ്ച കണ്ട് സ്തബ്ധനാവുകയും ഇസ്ലാമിക രീതിയിൽ സലാം പറയുകയും ചെയ്തു എന്ന കഥയെ ആസ്പദമാക്കിയാണ് ഈ പേര് പറയപ്പെടുന്നത്. അത്താഴ പൂജ കഴിഞ്ഞാൽ ഉപദേവതകൾക്കുള്ള പൂജകളാണ്. തുടർന്ന് 8 മണിയോടെ ഇവർക്കുള്ള നിവേദ്യവും ദീപാരാധനയും. 8:15 അത്താഴ ശിവേലി തുടങ്ങുന്നു. ഈ അവസരത്തിൽ ദേവീ വിഗ്രഹം സരസ്വതി മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ചടങ്ങുമുണ്ട്. അതിപ്രധാനമാണ് ഈ ചടങ്ങ്. ഈ സമയത്ത് അവിലും നാളികേരവുമാണ് നിവേദ്യങ്ങളായി ഭഗവതിക്ക് സമർപ്പിക്കുന്നത്. വിദ്യാഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർക്ക് ഈ ദർശനം അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. നിവേദ്യത്തിന് ശേഷം വിശേഷാൽ പൂജയും മംഗളാരതിയും നടത്തുന്നു. ഈ സമയത്ത് എല്ലാ വാദ്യോപകരണങ്ങളും അകമ്പടിയായി വായിക്കുന്നു. ഇവയ്ക്കൊപ്പം ഭക്തരുടെ നാമജപവും ഉണ്ടാകും. ഈ ചടങ്ങ് കഴിഞ്ഞാൽ ദേവിയെ ശ്രീകോവിലിനുള്ളിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്നു. തുടർന്ന് 9 മണിയോടെ ദേവിയുടെ പ്രധാന നിവേദ്യമായ കഷായ തീർത്ഥം നേദിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ഒരു പൂജയുണ്ട്. അത് പൂർത്തിയാകുന്നതോടെ ക്ഷേത്രനട വീണ്ടും അടയ്ക്കുന്നു. മൂകാംബിക ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴുതു വരാമെന്ന് കരുതുന്നത് തെറ്റാണ്. ഉദയ, മധ്യാഹ്ന, അസ്തമയ പൂജകൾ തൊഴണമെന്നാണ് വിശ്വാസം. ഇടയ്ക്ക് വിശ്രമിക്കാനും വേണമെങ്കിൽ ഒരു ദിവസം തങ്ങാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെയുണ്ട്. തിരക്കുള്ള ദിവസം അനുസരിച്ച് മുറിവാടകൾക്ക് വ്യത്യാസമുണ്ടാകും എന്നത് മാത്രമാണ് പ്രത്യേകത.
ഞങ്ങൾക്ക് ദേവീ കൃപയാൽ മൂകാംബിക സന്നിധിയിലെ ഒരു ദിവസത്തെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാനും ദേവിയെ മനസ്സ് നിറഞ്ഞു തൊഴാനും സാധിച്ചത് വലിയൊരു അനുഗ്രഹമായി കരുതുന്നു. നട അടച്ചതിന് ശേഷം കഷായവും സേവിച്ച് വൈകുന്നേരത്തെ പ്രസാദവും കഴിഞ്ഞ് മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.